நம சிவாய வாழ்க. നാഥൻ്റെ പാദം വാഴ്ക വാഴ്ക. മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകത്തിലെ 5-ാം അധ്യായം അനുഭോഗശുദ്ധിയുടെ അവസാനത്തെ 3 പാടലുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നോക്കൂ. കരിമ്പേ തേനേ പാലേ ഒളിയേ തെളിവാർന്നോർക്ക് ഉള്ളുരുക്കിയിടുന്നോനെ എന്നുടയോനെ ഉമ്പരാർകോനെ വമ്പൻ ഞാൻ നിൻ്റെ അടിയാനാം എന്നെ ആളുന്നോ നീ എന്നടിയൻ ചൊല്ലുകിലോ മന്ദഹാസവും തൂകി വന്നരുളേകിടും നീ നിന്നുടെ ഗുണമാതാണ് എൻ ഗുണം മാറുന്നില്ല. അല്ലയോ ഭഗവാൻ, അങ്ങ് എന്നെ വന്നാളുന്നു, എന്നെ വന്നുൾക്കൊള്ളുന്നു, എന്നെ ആൾക്കൊള്ളുന്നു എന്നാണ് ഇവിടെ മാണിക്യവാചകർ പറയുന്നത്. എങ്ങനെയാണെന്ന് നോക്കൂ. മന്ദഹാസവും തൂകി ഒരു ചെറു പുഞ്ചിരിയോടുകൂടി അല്ലയോ ഭഗവാൻ ശിവൻ, അങ്ങ് എൻ്റെ അടുത്ത് വന്ന് അരുളുകെ എൻ്റെ അടുത്ത് വന്ന് എനിക്ക് ഉപദേശം നൽകുന്നു, എന്നെ ആൾക്കൊള്ളുന്നു. നീ നിന്നുടെ ഗുണം അതാണ്. നിൻ്റെ ഗുണം എല്ലാവരെയും അനുഗ്രഹിക്കുക എന്നുള്ളതാണ്. എല്ലാവരിലേക്കും സ്നേഹവും അനുകമ്പയും കാരുണ്യവും ചൊരിയുക എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ ജീവജാലങ്ങളിലും സ്നേഹം ചൊരിയുന്ന എല്ലാ ജീവജാലങ്ങളെയും കാരുണ്യപൂർവ്വം മാറോട് ചേർക്കുന്ന അല്ലയോ ഭഗവാൻ, അങ്ങ് എന്നെയും ആൾക്കൊണ്ടല്ലോ. ഉമ്പർകോനെ വമ്പൻ ഞാൻ നിൻ്റെ അടിയാനാം. ഞാൻ പലപ്പോഴും അഹങ്കരിച്ചിട്ടുണ്ട്. നിൻ്റെ വമ്പനായ അടിയോനാണ് ഞാനെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ എന്നെ ആൾക്കൊണ്ട അല്ലയോ ഭഗവാൻ, ആ ഭഗവാനെ അതിമനോഹരമായ അലങ്കാരങ്ങൾ കൊണ്ടാണ് വിളിക്കുന്നത് എന്ന് നോക്കൂ. കരിമ്പേ തേനേ പാലേ ഒളിയേ എന്നാണ്. കരിമ്പ് പോലെ മധുരമുള്ളവനെ, തേൻ പോലെ മാധുര്യമാർന്നവനെ, പാലേ അങ്ങനെ നമ്മുടെ ആത്മാവിനെ തന്നെ ശുദ്ധീകരിക്കുന്ന അല്ലയോ നറും പാലേ, ഒളിയെ പ്രകാശമായി. അങ്ങ് പ്രകാശത്തിൻ്റെ പ്രകാശമാണ്. അങ്ങനെ പ്രകാശത്തിൻ്റെ പ്രകാശമായ അല്ലയോ ഭഗവാൻ, തെളിവാർന്നോൻ, യാതൊരു മാലിന്യവുമില്ലാത്ത, കളങ്കമില്ല, പരിശുദ്ധനാണങ്ങ്. അങ്ങ് ഉള്ളുരുക്കിയിടുന്നോനെ, ആരുടെ ഉള്ളിനെയും ഉരുക്കുന്ന, വെണ്ണ പോലെ ഉരുക്കുന്ന അല്ലയോ ഭഗവാൻ, എത്ര കഠിന ഹൃദയനെയും മൃദുല ഹൃദയനാക്കി മാറ്റുന്ന, എത്ര കാരിരുമ്പൊത്ത കല്ല് പോലെയുള്ള ആ മനസ്സിനെ പോലും സ്നേഹം കൊണ്ട് ആർദ്രമാക്കാൻ കഴിവുള്ളവനെ, എന്നോട് ഉടയോനെ, എൻ്റെ ഉടയവനായിട്ടുള്ളവനെ, എൻ്റെ യജമാനനായിട്ടുള്ളവനെ, എൻ്റെ പിതാവായിട്ടുള്ളവനെ, എൻ്റെ മാതാവായിട്ടുള്ളവനെ, അങ്ങ് എന്നെ വന്ന് ആൾക്കൊണ്ടുവല്ലോ എന്ന് ഇവിടെ മാണിക്യവാചകർ പറയുകയാണ്. അപ്പോൾ ശിവഭഗവാൻ അത്രമേൽ കാരുണ്യവാനാണ്. എല്ലാവിധ മാലിന്യങ്ങളുമുള്ള, കാരിരുമ്പിനേക്കാൾ കട്ടിയുള്ള ഹൃദയമുള്ള എന്നെപ്പോലും അങ്ങ് വന്ന് ആൾക്കൊണ്ടുവല്ലോ. ആ മഹാസ്നേഹത്തിൻ്റെ മുമ്പിൽ, ആ മഹാകാരുണ്യത്തിന് മുമ്പിൽ അല്ലയോ കരിമ്പേ തേനേ പാലേ ഒളിയേ, നിന്നെ ഞാനിതാ നമിക്കുന്നു. നീ എൻ്റെ ഉള്ള് ഉരുക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഓർത്തിട്ട് ഞാൻ പുളകിതഗാത്രനായി തീർന്നിരിക്കുന്നു. അല്ലയോ ഭഗവാൻ, അങ്ങ് എന്നെ ആൾക്കൊണ്ടുവല്ലോ. ഇനി അടുത്ത് നോക്കൂ. അറിയാനാവാത്തതാം ഗുണങ്ങളാർന്നോനെ വെറും നായക്കൊത്ത് ജീവിക്കുന്ന എന്നെ കൈക്കൊണ്ടല്ലോ. പുറത്തു പോകാൻ എന്നെ വിടുമോ നീയൻ നാഥ, എന്നെ നോക്കുവാൻ ആരാണ്, എന്തു ഞാൻ ചെയ്യും ഈശ. പൊന്മണിയാർന്നോനെ
പോകുന്നത് എങ്ങാണ് ഞാൻ? എനിക്ക് പോകാൻ മറ്റൊരു സ്ഥലവുമില്ല. അപ്പം മാണിക്യവാചകർ പറയുകയാണ്, എനിക്ക് ആകെയുള്ള ഒരേ ഒരു അഭയസങ്കേതം അങ്ങ് മാത്രമാണ്, മറ്റൊരിടത്തേക്കും എനിക്ക് പോകാനില്ല. അതുകൊണ്ട് അല്ലയോ ഭഗവാൻ, അങ്ങ് എന്നെ സ്വീകരിച്ചാലും. അറിയാനാവാത്തതാം ഗുണങ്ങളാർന്നവനെ, 100 ഗുണങ്ങൾ നിറഞ്ഞവനാണ് അങ്ങ്. ഒരിക്കലും ഒരു മനുഷ്യനും കണ്ടെത്താനാവാത്ത അത്രമേൽ ഗുണവാനായ അല്ലയോ ഭഗവാനെ, വെറും നായയോടൊത്ത് ജീവിച്ച എന്നെ നീ കൈക്കൊണ്ടല്ലോ. വെറും നിസാര ജീവിതം നയിക്കുന്ന എന്നെ പോലും അല്ലയോ ഭഗവാൻ അങ്ങ് കൈക്കൊണ്ടുവല്ലോ. പുറത്തു പോകരുത്, എന്നെ വിടുമോ നീയൻ നാഥ. എൻ്റെ നാഥ, നീ എന്നെ മറ്റെങ്ങും പോകാതെ നിന്നോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. അപ്പോൾ മാണിക്യവാചകരെ മറ്റെങ്ങും പോകാതെ ശിവങ്കലേക്ക് തന്നെ എപ്പോഴും ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. എന്നെ നോക്കുവാൻ എന്താണെന്ന് ഞാൻ ചെയ്യും ഈശ, പൊന്മേനിയാർന്നവനെ, പോകുവതെങ്ങ് ഞാൻ മറ്റൊരിടത്തേക്കും പോകുന്നില്ല. നിൻ്റെ അടുത്ത് നിന്ന് മറ്റൊരിടത്തേക്കും പോകാൻ എനിക്കാവില്ല. നീ എന്നെ അത്രമേൽ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഇന്നു മുതൽ ഞാൻ നിൻ്റെ അടിമയാണ്. നോക്കൂ അടുത്ത ഭാഗം. പൂവേണം ഞാനെന്നും ഉടയോനാം നിൻ പാദം, ചേരണം നിന്നുടടിയാന്മാർ കൂട്ടത്തിൽ, ചരിക്കേണം പഴമയാം നിന്നുടെ തോൾ നോക്കി, നാണമില്ലാത്തവൻ നായയ്ക്കൊത്ത് ജീവിക്കുന്ന ഞാൻ, എന്നെ അങ്ങ് ആക്കൊണ്ടല്ലോ. അപ്പോൾ ഇവിടെ പറയണം, പൂകേണം ഞാൻ എന്നുടയോനെ. നിന്നെ പൂകുക എന്നുള്ള, നിന്നിൽ ലയിച്ചു ചേരുക എന്നുള്ളതാണ്, നിൻ്റെ പാദത്തിൽ അഭയം പ്രാപിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏക ലക്ഷ്യം. അങ്ങനെ നിൻ്റെ അടിയാന്മാരുടെ കൂട്ടത്തിൽ ഒരാളായി മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചരിക്കേണം പഴമയാം നിന്നുടെ തോൾ നോക്കി, നിന്നുടെ പാദങ്ങൾ നോക്കി ഞാനിനി ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. അതായത് നിൻ്റെ വഴിയാണ് ഇനി എൻ്റെ വഴി. നിൻ്റെ പാദങ്ങൾ നോക്കിക്കൊണ്ടാണ് ഞാൻ ഈ ശിവയാത്ര ചെയ്യുന്നത്. ആ ശിവമാർഗത്തിലൂടെ ഞാനിതാ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കുന്നു. ഞാൻ എങ്ങനെയുള്ളവനാണ്? നാണമില്ലാത്തവൻ, നായയൊത്ത് ജീവിക്കുന്നവൻ. ഞാൻ ലജ്ജയില്ലാത്തവനും അതേപോലെ നായയ്ക്കൊത്ത് ജീവിക്കുന്നവനുമായ നിസ്സാരരിൽ വച്ച നിസ്സാരനാണ്. അങ്ങനെ നിസ്സാരനായ കല്ല് പോലെയുള്ള ഹൃദയമുള്ള അല്ലയോ കല്ല് പോലെ ഹൃദയമുള്ള എന്നെ അങ്ങ് വെണ്ണ പോലെ എൻ്റെ ഹൃദയത്തെ അലിയിച്ചുകൊണ്ട് ഭക്തിയുടെ ഉദാത്ത മേഖലയിലേക്ക് നയിക്കുന്ന അല്ലയോ ഭഗവാൻ, അങ്ങ് എന്നെ അനുഗ്രഹിച്ചാലും, അങ്ങയുടെ അടിയന്മാരിൽ ഒരാളായി എന്നെ സ്വീകരിച്ചാലും എന്നാണ് ഇവിടെ മാണിക്യവാചകർ പാടുന്നത്. ഇതോടെ ആ അനുഭോഗ ശുദ്ധി എന്ന ആ ഭാഗം അവസാനിക്കുകയാണ്. അപ്പോൾ തിരുമന്ത്രത്തിൽ തിരുമൂലദേവൻ ഈ അവസ്ഥയെ പള്ളിയറയിൽ പകലേ ഇരുളില്ലേ എന്നാണ് പറയുന്നത്. ഇരുട്ടില്ല, അവിടെ പകൽ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ശിവസായുജ്യം ലഭിക്കുമ്പോൾ, ശിവസാമീപ്യം ലഭിക്കുമ്പോൾ അവിടെ പ്രകാശം മാത്രമേ ഉള്ളൂ. ആത്മാവ് പ്രകാശത്തിൽ നിറഞ്ഞാൽ ദൈവീക ജ്ഞാനത്തിനുള്ള ആഗ്രഹം പിന്നീട് അവസാനിക്കുകയില്ല. നേടിയില്ലെങ്കിലും അതിൽ നിന്ന് അയാൾ പിന്തിരിയുകയുമില്ല. സാധകൻ വളരെ ഉയർന്ന ഒരവസ്ഥയിൽ എപ്പോഴും ശിവനോടൊത്ത് ജീവിക്കുന്നു. പകൽ എന്ന ഭാഗത്ത് അത് ബോധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതാണ് പകൽ വെളിച്ചത്തെക്കുറിച്ചിട്ട്, ഈ അവസ്ഥയെക്കുറിച്ചിട്ട് തിരുമൂലദേവൻ പറയുന്നത്. പള്ളിയറയിൽ പകലേ ഇരുളൈ കൊള്ളിയറയിൽ കുളുന്താമർ കാക്കലാം. ഇതാണ് ഈ അവസ്ഥയെക്കുറിച്ചിട്ട് തിരുമൂലദേവൻ തിരുമന്ത്രത്തിൽ പറയുന്നത്. അതിൻ്റെ
പൊരുളിതാണ്. ആജ്ഞാചക്രത്തിൽ നാദവും ബിന്ദുവും ചേരുമ്പോൾ മനസ്സ് ജാഗ്രതാവുകയും ബുദ്ധി ഉണരുകയും പ്രകാശമാനമാവുകയും ചെയ്യും. ഇത് വെളിച്ചവും പകലുമാണ്. അവിടെ ഒരിക്കലും ഇരുട്ട് ഉണ്ടാകുകയില്ല. അങ്ങനെ ഉള്ള ആ യോഗാത്മക അനുഭൂതികളെയാണ് മാണിക്യവാചകരും അതേപോലെ തന്നെ തിരുമൂലദേവനും ആവിഷ്കരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് യോഗാനുഭൂതിയാണ്. ആജ്ഞാചക്രത്തിൽ നാദവും ബിന്ദുവും ചേരുമ്പോൾ മനസ്സ് ജാഗ്രതാവുകയും എല്ലായിടത്തും ശിവപ്രകാശം നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ മാണിക്യവാചകരും അതേപോലെ തന്നെ തിരുമൂലദേവനും വിവരിക്കുന്നു. അപ്പോൾ എല്ലാ മഹായോഗീശ്വരന്മാരും ചിത്രീകരിക്കുന്നത് ഈ ചിത് പ്രകാശത്തെയാണ്, ശിവപ്രകാശത്തെയാണ്. ആ ശിവപ്രകാശം ആർക്കാണോ സാക്ഷാത്കരിക്കാൻ കഴിയുന്നത് അയാൾ സാക്ഷാൽ ശിവനായി പ്രശോഭിക്കുന്ന കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. ഓം ശിവായ നമഃ.